ഒരിക്കൽ പോലും ഈ അതിജീവിത എന്ന വിവാഹിതയുടെ പേരോ മുഖമോ വെളിപ്പെടുത്താത്ത രാഹുൽ ഈശ്വറിനെ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് അറസ്റ്റ് ചെയ്തത്? ഭർത്താവിരിക്കെ അവിഹിതം സ്ഥാപിച്ച അതിജീവിത എന്ന് വിളിക്കുന്ന വിവാഹിതയായ സ്ത്രീയുടെ സ്ത്രീത്വത്തെ അപമാനിച്ചതിന്റെ പേരിലോ? ദയവ് ചെയ്ത് ഇതുപോലത്തെ സ്ത്രീകളെയൊക്കെ മുന്നിൽ നിർത്തിയിട്ട് സ്ത്രീത്വത്തെ അപമാനിച്ചു എന്ന് പറഞ്ഞിട്ട് സ്ത്രീകളുടെ മാനം കളയരുത്. രാഹുൽ ഈശ്വർ സംസാരിച്ചത് എല്ലാത്തിനും കൂട്ടി നിന്നിട്ട് അവസാനം തേച്ചൊട്ടിച്ചിട്ട് ഈ പുരുഷന്മാരെയൊക്കെ ആത്മഹത്യയുടെ വക്കിൽ വരെ കൊണ്ടെത്തിക്കുന്ന സ്ത്രീകൾക്കെതിരെയാണ്. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് നമ്മളെ ഇക്കിളിപ്പെടുത്തുന്ന വാർത്തകൾ മാത്രം ഇട്ടു തരുന്ന, അല്ലെങ്കിൽ എന്താ പറയാ, ഈ അതിജീവിതയായ വിവാഹിതയുടെ വോയിസ് ക്ലിപ്പ് ആദ്യമായിട്ട് പുറത്തുവിട്ട ചാനലുകാരെ നിങ്ങൾ പൂട്ടിക്കാത്തത്, അവർക്കെതിരെ കേസെടുക്കാത്തത്? ഈ വോയിസ് ക്ലിപ്പ് എന്ന് പറയുന്നതും ഈ പറയുന്ന അതിജീവിതയുടെ സ്വകാര്യതയല്ലേ? അത് കോടതിയിൽ മാത്രം എത്തിക്കേണ്ടതല്ലായിരുന്നോ? അപ്പോ ഇവിടെ നടക്കുന്ന അഴിമതിയെ ചൂണ്ടിക്കാണിക്കുന്ന പൊതുജനങ്ങളെ പൂട്ടാൻ വേണ്ടിയാണോ നിങ്ങൾ ഇത്ര വെപ്രാളം കൊണ്ട് നടക്കുന്നത്? ഇതിലും മാന്യമായിട്ട് എങ്ങനെയാണ് രാഹുൽ ഈശ്വർ ഈ അതിജീവിതയെ വർണ്ണിക്കാനുള്ളത്? ഇത്രയും അളിഞ്ഞ ഒരു സർക്കാർ വേറെ എവിടെയും കാണില്ല. 4 മണിക്ക് സർപ്രൈസ് ആയിട്ട്, സത്യം പറയാലോ, വൈകിട്ട് വന്ന് ബെല്ലടിച്ചപ്പോൾ വേറെ ആരോ വന്ന് ബെല്ലടിക്കുകയാണെന്നാണ് വിചാരിച്ചത്. നേരെ വന്ന് ബെല്ലടിച്ച് കൂടെ വരണം, ഞങ്ങൾ സൈബർ പോലീസ് സ്റ്റേഷനിലാണെന്ന് പറഞ്ഞിട്ടാണ് കൊണ്ടുപോയത്. അങ്ങനെ കൊണ്ടുപോയപ്പോൾ ഉണ്ടായിരുന്ന അലിഗേഷൻ എന്ന് പറയുന്നത് കുട്ടിയുടെ പേരും ഐഡന്റിറ്റിയും റിവീൽ ചെയ്തു എന്നുള്ളതായിരുന്നു. അത് കഴിഞ്ഞിട്ട് അവർക്ക് തന്നെ മനസ്സിലായി അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടേ ഇല്ല, ആകെയുള്ള ഫോട്ടോയും വീഡിയോയും AI ജനറേറ്റഡ് ആയിട്ടുള്ളതാണ്. അത് കഴിഞ്ഞിട്ട് രാത്രിയിലാണ് പിന്നെ നോൺ ബെയിലബിൾ ആയ ഒരു ഒഫൻസ് ലാസ്റ്റ് മിനിറ്റ് ആണ് ചേർത്തത്. അതാണ് സെക്ഷൻ 75(1) എന്ന് പറയുന്നത്. അതും സെക്ഷലി കളേർഡ് റിമാർക്സ് ആണ്. ഇന്ന് കോടതിയിൽ ചോദിക്കുന്നുണ്ടായിരുന്നു, ഞങ്ങളുടെ അഡ്വക്കേറ്റ് ചോദിക്കുന്നുണ്ടായിരുന്നു, എന്താണ് ഈ സെക്ഷലി കളേർഡ് റിമാർക്സ് എന്നുള്ളത് പോലും ആ റിമാൻഡ് നോട്ടീസിൽ കൊടുത്തിട്ടില്ല. പക്ഷെ കോടതിയുടെ ജഡ്ജ്മെന്റിൽ പറയുന്നത് പോലീസ് ഹാജരാക്കിയ വീഡിയോ പരിശോധിച്ചപ്പോൾ പ്രൈമ ഫേസ്റ്റ് പ്രഥമ ദൃഷ്ട്യാ കുറ്റം നിലനിൽക്കുമെന്നാണ് കോടതി കണ്ടെത്തിയിരിക്കുന്നത്. അത് കോടതിയുടെയും ബഹുമാനപ്പെട്ട ജഡ്ജിയുടെയും കണ്ടെത്തലാണത്. അത് ശരിയാണ്, അത് അങ്ങനെ തോന്നിയിട്ടുണ്ടാവും.